പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നേഷൻ ഫസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ആഗസ്റ്റ് 14 അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഭാരതമാതാവിൻ്റെ നെഞ്ചകം പിളർന്ന ദിനമാണ്. നമ്മുടെ ഹൃദയം തകർന്ന ഈ ദിനം എന്ന് പറയുമ്പോൾ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളെക്കാൾ ഉപരിയായി നമ്മുടെ രാഷ്ട്രം വിഭജിക്കപ്പെട്ടതിൻ്റെ വേദനയാണ് നമുക്കോരോരുത്തർക്കുമുള്ളത്. ഈ വിഭജനം എങ്ങനെയുണ്ടായി, ഈ വിഭജനം എന്താണ് നമുക്ക് നൽകിയത് എന്നതൊക്കെ കാലങ്ങളായി നമ്മുടെ രാഷ്ട്രത്തിൽ ചർച്ചയായി മാറുന്ന കാര്യങ്ങളാണ്. ഈ വിഭജനത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഈ വിഭജനം നൽകിയ മുറിവ് ഇനിയും ഉണങ്ങിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു രാജ്യത്തും സംഭവിക്കാൻ പാടില്ലാത്തതാണ് നമ്മുടെ രാഷ്ട്രത്തിന് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി ഇത്തരം വിഭജനം അനുവദിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോകുന്നതിനും നമുക്ക് കഴിയുന്നുണ്ട്. ഭാരതാംബയുടെ നെഞ്ചകം പിളർക്കപ്പെട്ട കോടിക്കണക്കിന് ഭാരതീയരുടെ കണ്ണീരും ചോരയും വീണ് നമ്മുടെ മാതൃഭൂമിക്ക് മുറിവേറ്റ കറുത്ത ദിനമാണ് ഓഗസ്റ്റ് 14. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആഹ്വാനപ്രകാരം രാജ്യം ഇന്ന് വിഭാജൻ വിഭീഷിക സ്മൃതി ദിവസ് അഥവാ വിഭജന ഭീതി സ്മൃതി ദിനമായി ആചരിക്കുകയാണ്. അപ്പോൾ അതേക്കുറിച്ച് നമ്മുടെ സീനിയർ റിപ്പോർട്ടർ എസ് നന്ദഗോപൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഓഗസ്റ്റ് 14 ആസാദിയുടെ ഹർഷാരവങ്ങൾക്കിടയിലും ഭാരതമെന്ന സനാതന സാംസ്കാരിക ഭൂമിയുടെ ആത്മാവ് വിലാപനിർഭരമായ ദിനം. കൊളോണിയൽ തന്ത്രങ്ങൾക്കും വർഗീയ വിഘടനവാദത്തിനു മുന്നിൽ മാതൃഭൂമിയുടെ അവിഭാജ്യ ഘടകങ്ങൾ അറത്തുമാറ്റപ്പെട്ടപ്പോൾ ലക്ഷക്കണക്കിന് സഹോദരീ സഹോദരന്മാരുടെ രക്തത്താൽ പുണ്യനദികൾ ചുവന്നൊഴുകി. സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട മനുഷ്യർ, കൊള്ളയടിക്കപ്പെട്ട കുടുംബങ്ങൾ, പിച്ചു ചിന്തപ്പെട്ട ധർമ്മം, അഖണ്ഡ ഭാരതം എന്ന സങ്കല്പത്തിനുമേൽ വീണ ആ ആഴത്തിലുള്ള മുറിവ് ഒരു പൂർണ്ണ വിരാമമല്ല, മറിച്ച് രാജ്യസ്നേഹത്തിന്റെ എരിതീയായി ഇന്നും പ്രജ്വലിക്കുകയാണ്. 14 अगस्त का विभाजन विभीषिका स्मरण दिवस, जब मां भारती के 2 टुकड़े हो गए थे, एक ऐसा दिन है जो हर भारतीय की आंखों को नम कर देता है. ये उन अनगिनत लोगों को याद करने का दिन है जिन्होंने भारत के बंटवारे की बड़ी कीमत चुकाई. ये उन परिवारों के प्रति एकजुटता को दिखाने का जिन्होंने अपना सब कुछ खो दिया और फिर भी साहस के साथ मां भारती के लिए अपनी श्रद्धा को लेते हुए जीवन को पटरी पर लेने के लिए जूझते रहे. आज ये अपने परिवार, अपने देश के हित में, देश के विकास में महत्वपूर्ण योगदान दे रहे हैं. തിരോധാനത്തിന്റെ ഇരുളിലേക്ക് തള്ളപ്പെട്ട ഈ ചരിത്ര സത്യങ്ങളെ വെളിച്ചത്തു കൊണ്ടുവരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് സാധിച്ചു. സാംസ്കാരിക ദേശീയതയിൽ ഉറച്ചു വിശ്വസിക്കുന്ന രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന്റെ ആശയധാരയിൽ അധിഷ്ഠിതമായി രാഷ്ട്രത്തിന്റെ ഓർമ്മച്ചെപ്പുകളിൽ ഈ മുറിവുകളെ പുണ്യസ്മരണകളാക്കി മാറ്റുകയാണ് കേന്ദ്ര സർക്കാർ. ചരിത്രത്തിലെ ഈ മഹാദുരന്തം വെറുമൊരു ഭരണഘടനാ വിഭജനമായിരുന്നില്ല, ഭാരതീയ സംസ്കൃതിക്ക് നേരെ നടന്ന കിരാതമായ ആക്രമണമായിരുന്നുവെന്ന് ഇന്നത്തെ തലമുറ തിരിച്ചറിയുന്നു. വിഭാജൻ വിഭീഷിക സ്മൃതി ദിവസ് വെറുമൊരു ദിനാചരണമല്ല, അധിനിവേശ രാഷ്ട്രീയത്തിനും വഞ്ചനാപരമായ പ്രീണന നയങ്ങൾക്കുമെതിരെയുള്ള ജാഗ്രതാ പ്രഖ്യാപനമാണ്. സിന്ധു നദീതട സംസ്കാരം മുതൽ ഗംഗാതീരം വരെ പവിത്രമായി പരന്നുകിടക്കുന്ന ഒരു സംസ്കാരത്തെ തണ്ടച്ചെല്ലുകളാക്കിയ ചരിത്രത്തിലെ തെറ്റുകളിനി ആവർത്തിക്കത്തില്ലെന്ന ധർമ്മബോധത്തിന്റെ പ്രതിജ്ഞയാണത്. ഓരോ ദേശസ്നേഹിയുടെയും ചോര ഞരമ്പുകളിൽ ഭാരതമെന്ന ഒരൊറ്റ വികാരം തിളച്ചുമറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. यहाँ आना था, मैंने ऊपर
हुआ था वो वहां है, और हमारे देश के सभी नेताओं ने आश्वासन दिया कि आप अभी वहां रह जाइए, आप कभी भी आएंगे, भारत में आपका स्वागत किया जाएगा, भारत आपको नागरिकता देगा, भारत आपको सम्मान। ഇന്ന് ആസൂത്രിതമായി രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി ദേശീയതയെയും ഭാരതീയ സംസ്കാരത്തെയും തരം താഴ്ത്താൻ ശ്രമിക്കുന്ന ദേശവിരുദ്ധ ശക്തികൾക്കുള്ള ശക്തമായ ഉത്തരമാണ് ഈ ചരിത്ര ഓർമ്മപ്പെടുത്തൽ. സ്വാഭിമാനമുള്ള ദേശീയതയിലും സ്വയം പര്യാപ്തതയിലുമാണ് ഏതൊരു രാഷ്ട്രത്തിന്റെയും ഭാവി കുടികൊള്ളുന്നത്. വിഭജനത്തിന്റെ നോവുകളെ അറിഞ്ഞുകൊണ്ട് തന്നെ വികസിത ഭാരത് 2047 എന്ന മഹത്തായ അമൃതകാല ലക്ഷ്യത്തിലേക്ക് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം കുതിച്ചുയരുകയാണ്. എസ് നന്ദഗോപൻ, ജനം, ഡൽഹി. അപ്പോൾ നമ്മുടെ രാജ്യം വിഭജിക്കപ്പെട്ടതിൻ്റെ വേദനയോടുകൂടി നമ്മൾ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം എന്ന് പറയുന്നത് അതീവ സുരക്ഷയിൽ നടക്കുന്നു എന്നതിനുള്ള കാരണവും അന്ന് ആ വിഭജനം സമ്മാനിച്ച മുറിവാണ്. ആ മുറിവിൽ നിന്നുണ്ടായ നമ്മുടെ അയൽരാഷ്ട്രം, ആ അയൽരാഷ്ട്രം ജിഹാദി ഭീകരവാദം നമ്മുടെ രാഷ്ട്രത്തിന് നേർക്ക് തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ അതീവ സുരക്ഷയിൽ നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷമൊക്കെ സംഘടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. എന്നാൽ അധികകാലം ഭീകരവാദത്തെ താലോലിച്ചു കൊണ്ടുപോകാൻ നമ്മുടെ അയൽ രാജ്യത്തിന് കഴിയില്ല എന്നുള്ള ശക്തമായ മറുപടി ഓരോ ഭീകരവാദികൾക്കും കിട്ടുന്ന തരത്തിൽ പലപ്പോഴും നമ്മുടെ ഭരണകൂടം നൽകുന്നുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഈ ഭരണകൂടം കൃത്യമായി തന്നെയാണ് ഭീകരവാദികൾക്ക് മറുപടി നൽകുന്നത്. എന്ന് പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വിഭജനത്തിൻ്റെ ഒരു ഉപോൽപ്പന്നമായി അയൽ രാജ്യം ഭീകരവാദത്തെ നമുക്കെതിരെ ആയുധമാക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ഭീകരവാദം ഒരു വശത്ത് നമ്മളെ ലക്ഷ്യമിടുമ്പോൾ നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം അതീവ സുരക്ഷയിൽ നടത്തുകയാണ്. രാജ്യതലസ്ഥാനത്ത് സ്വാതന്ത്ര്യ ദിനാഘോഷം കനത്ത സുരക്ഷയിൽ നടക്കുന്നു എന്നതിനേക്കാൾ ഉപരി ഇത്തവണ നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് വലിയ പ്രത്യേകതയുണ്ട്. കാരണം വന്ദേ മാതരം പൂർണ്ണമായി ഈ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ ചെങ്കോട്ടയിൽ ആലപിക്കുന്നു എന്നതാണ്. അവിടെ കൃത്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ വിഭജനത്തിന് വിത്തുപാകിയ ആ ശക്തികൾക്കുള്ള മറുപടിയുമുണ്ട്. നമ്മുടെ രാഷ്ട്രമാതാവിനെ വന്ദേ മാതര ഗാനത്തിലൂടെ നമ്മൾ ആദരിക്കുമ്പോൾ അതിനെ എതിർക്കുന്നവർക്കുള്ള വ്യക്തമായ സന്ദേശവും അതിലുണ്ട്. അപ്പോൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലോകത്തോട് ചില കാര്യങ്ങൾ പറയാറുണ്ട്. അത് എന്തായിരിക്കും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. കൃത്യമായിട്ട് ഈ രാഷ്ട്രത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടാകും പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ചെങ്കോട്ടയിലെ പ്രസംഗത്തിലൂടെ നടത്തുക. രാഷ്ട്രപതി ഇന്ന് വൈകുന്നേരം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുമ്പോഴും എന്താണ് നമ്മുടെ മുന്നോട്ടുള്ള കാഴ്ചപ്പാട് എന്നത് സംബന്ധിച്ച് വ്യക്തത വരും. കാരണം കൃത്യമായിട്ട് തന്നെ നമ്മുടെ സർക്കാർ വ്യക്തമായ ഒരു കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകുന്നു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തോടെയും എന്ന അജണ്ടയോടും കൂടി. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത് ഏറെ നിർണായകമാകുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിന് ഇത്തവണ ഇങ്ങനെ നിരവധി സവിശേഷതകളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ സവിശേഷതകൾ എന്നുള്ളത് സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കുമ്പോൾ മാത്രം ജനങ്ങൾ അറിയട്ടെ. കാരണം ചിലതൊക്കെ കരുതി വയ്ക്കുന്നതിൽ നമ്മുടെ ഭരണകൂടം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന നമ്മുടെ സർക്കാർ ഇങ്ങനെ മിക്കവാറുമൊക്കെ ആഘോഷങ്ങളിലും സർപ്രൈസ് നൽകാറുണ്ട്. അത് ഈ രാജ്യത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണ്. അപ്പോൾ വിഭജനത്തിൽ നമുക്കേറ്റ മുറിവ് നമ്മൾ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി നമ്മൾ സന്തോഷിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തിയുടെയൊക്കെ പ്രകടനമാക്കി മാറ്റിക്കൊണ്ട് ആ മുറിവൊക്കെ മറന്ന് മുന്നോട്ട് കുതിക്കുവാനുള്ള ഒരു ഊർജമാക്കി നമ്മൾ മാറ്റുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ
നമ്മൾ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രമാത്രം വികസന പദ്ധതികൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റതിന് ശേഷമാണ്. കാരണം വ്യക്തമായ കാഴ്ചപ്പാടാണ് വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനത്തിനായി പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു പുതിയ റെയിൽവേ പദ്ധതി തുടങ്ങുന്നത് വലിയ വാർത്തയായി മാറുന്നത്. കാരണം ആ വടക്ക് കിഴക്കൻ മേഖലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിലടക്കം വലിയ ചുവടുവയ്പ് നടത്തുന്നതിന് നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിന് ശേഷമാണ് കഴിഞ്ഞത്. അവഗണിക്കപ്പെട്ട മേഖലയായിരുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ വികസനത്തിൻ്റെ പാതയിലേക്ക് കുതിച്ചെത്തുന്നതിനെക്കുറിച്ച് അവരുടെ റെയിൽവേ വികസനത്തെക്കുറിച്ചുള്ള ഒരു വാർത്ത കാണാം. തന്ത്രപരമായി ഏറെ പ്രാധാന്യമുള്ള വടക്ക് കിഴക്കൻ മേഖലയിലേക്ക് കൂടുതൽ റെയിൽവേ ലൈനുകൾ അടക്കമുള്ള വികസന പദ്ധതികൾ നടപ്പാക്കുന്നത് മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു. സിലിഗുരി ഇടനാഴിയിലൂടെ റെയിൽവേയുടെ പുതിയ ലൈൻ വരുന്നത് ചിക്കൻ നെക്ക് പ്രദേശത്തിന്റെ വികസനത്തിലെ നാഴികക്കല്ലാണ്. അതിർത്തി പ്രദേശത്തിന്റെ വികസനത്തിനും ഗതാഗത സംവിധാനത്തിനും ഒക്കെ കരുത്തു പകരുന്ന നടപടികളാണ് അതിവേഗത്തിൽ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നത്. പാത ഇരട്ടിപ്പിക്കൽ അടക്കമുള്ള പദ്ധതികൾക്കായി സർക്കാർ നേരത്തെ തന്നെ തുക വകയിരുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിവേഗത്തിലാണ് റെയിൽവേ പദ്ധതികൾ വടക്ക് കിഴക്കൻ മേഖലയിൽ നടപ്പിലാക്കുന്നത്. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ചിക്കൻ നെക്ക് മോദി ഭരണത്തിൽ വികസന പദ്ധതികൾ നടപ്പിലാകുന്ന ഇടമായി മാറുകയാണ്. അവഗണിക്കപ്പെട്ട പ്രദേശമായും നുഴഞ്ഞുകയറിയ ബംഗ്ലാദേശികളുടെ ഇടമായും കണക്കാക്കിയ ചിക്കൻ നെക്ക് വികസന ഭൂപടത്തിൽ ഇടം നേടുകയാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഗതാഗത മേഖലയിൽ കാലങ്ങളായി നിലനിൽക്കുന്ന പ്രതിസന്ധി പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിനായുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ജനം, ഡൽഹി. അപ്പോൾ മറ്റൊരു ദുഃഖകരമായ വാർത്ത എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ തുരങ്ക നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടത്തിൽ 7 പേർക്ക് ജീവൻ നഷ്ടമായി. അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നു. 2 പേർ കുടുങ്ങിക്കിടക്കുകയാണ്. അവരെ രക്ഷിക്കുവാനുള്ള ശ്രമം നടക്കുകയാണ് എന്നുള്ള വാർത്തകൾ ആണ് ഉള്ളത്. ഒപ്പം തന്നെ ശ്രീനഗർ ലഡാക്ക് ദേശീയപാതയിൽ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായിരിക്കുന്നു. നമുക്കറിയാം, മഴ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും വലിയ നാശമാണ് വിതച്ചത്. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ആസാം എന്നിവിടങ്ങളിലൊക്കെ മഴ വലിയ നാശമാണ് വിതച്ചത്. ആസാമിൽ 100-ലേറെ പേർക്കാണ് ഈ കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രളയത്തിൽ ജീവൻ നഷ്ടമായത്. ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും ഒക്കെ ഇത്തരത്തിൽ മഴ വലിയ നാശം വിതച്ചു. ഹിമാചൽ പ്രദേശിൽ 157 പേർക്ക് ഈ പ്രളയത്തിൽ ജീവൻ നഷ്ടമായി എന്നുള്ള വിവരമാണ് അവിടെ സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചത്. അപ്പോൾ മഴ ഇത്തരത്തിൽ വലിയ നാശം വിതയ്ക്കുന്നു. നമ്മുടെ NDRF, വിവിധ സംസ്ഥാനങ്ങളുടെ SDRF, നമ്മുടെ സേനാ വിഭാഗങ്ങൾ, നമ്മുടെ സേവാഭാരതി ഒക്കെ തന്നെ രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായി തന്നെ ഇടപെടുകയും പല ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമായ സഹായങ്ങളൊക്കെ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മഴ ഒരു വലിയ ദുരിതമായി പലയിടങ്ങളിലും മാറുന്നു. ആ ജനങ്ങളുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും സേവാഭാരതി പോലുള്ള ദേശീയ പ്രസ്ഥാനങ്ങളും ഒക്കെ സജീവമായി ഉണ്ട് എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. ഇനിയൊരു രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ള വാർത്തയിലേക്ക് പോകാം. കാരണം നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ, ഈ രാഹുൽ പാർലമെൻറ്റിനുള്ളിലും പാർലമെൻറ്റിന് പുറത്തും നമ്മുടെ രാജ്യത്തും വിദേശത്തും ഒക്കെ നടത്തുന്ന പല പരാമർശങ്ങളും അത് പലപ്പോഴും നമ്മുടെ രാഷ്ട്രത്തെ അപമാനിക്കുന്നതാണ്, നമ്മുടെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്നതാണ്, ദേശീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ്. ഇതൊക്കെ രാഹുൽ എന്ന് പറയുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ്, അതുമല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പലപ്പോഴും പരിശോധിക്കുമ്പോൾ വ്യക്തമാകും. അദ്ദേഹം കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ചില പരാമർശവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ചില ചേഷ്ടകളും ഒക്കെ തന്നെ വലിയ വിമർശനമാണ് ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. രാഹുൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ രാഹുൽ എന്ത് പറയുന്നു എന്ന് ഉറ്റുനോക്കുന്നതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് രാഹുൽ ഇത്തരത്തിൽ പറയുന്ന വിഡ്ഢിത്തങ്ങളും അദ്ദേഹം ചെയ്യുന്ന അധിക്ഷേപകരമായ കാര്യങ്ങളും കൊണ്ട് ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം രാഹുൽ നടത്തുന്ന പരാമർശങ്ങൾ ഒന്നുകിൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളായിരിക്കും, അതുമല്ലെങ്കിൽ നട്ടാൽ കുരുക്കാത്ത നുണകളായിരിക്കും, അതുമല്ലെങ്കിൽ
ആരെയെങ്കിലും അധിക്ഷേപിക്കുന്നതോ നമ്മുടെ രാജ്യത്തെ മോശമാക്കുന്നതോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ രാഹുൽ നടത്തിയ ഒരു പരാമർശം വളരെ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. അതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വലിയ വിമർശനമുയരുന്നു. ഒപ്പം തന്നെ പല രാഷ്ട്രീയ നേതാക്കളും രാഹുലിൻ്റെ പരാമർശത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. രാഹുൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങളെക്കുറിച്ച് പറയുകയായിരുന്നു. അദ്ദേഹം വലിയ രീതിയിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അവിടെ ഭാരതം നടത്തിയ ഇടപെടൽ അതുമല്ലെങ്കിൽ ആ രീതിയിൽ ഇടപെടണമായിരുന്നു എന്നൊക്കെ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് വിമർശിക്കാം. രാഷ്ട്രീയമായിട്ട് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് പ്രധാനമന്ത്രിയെയും സർക്കാരിൻ്റെ നയങ്ങളെയും നിലപാടിനെയും ഒക്കെ വിമർശിക്കാം. എന്നാൽ ചില അധിക്ഷേപകരമായ പരാമർശങ്ങൾ രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അദ്ദേഹം ചില ചേഷ്ടകൾ കാട്ടുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഒപ്പമുണ്ടായിരുന്ന കോൺഗ്രസ് നേതാവിനെ അദ്ദേഹം കെട്ടിപ്പിടിക്കുന്നു. ആ രീതിയിലൊക്കെ അദ്ദേഹം നടത്തിയ ആലിംഗന പരാമർശം അത് വലിയ വിവാദമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ സംസ്കാരം ഇതിൽ നിന്ന് വ്യക്തമായി എന്നുള്ള വിമർശനം രാഹുലിനെതിരെ ഉയരുന്നത്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അദ്ദേഹം ഒരു പഴയ കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് BJP-യിലെത്തിയ നേതാവാണ്. അദ്ദേഹമൊക്കെ രൂക്ഷമായ ഭാഷയിലാണ് രാഹുലിനെ വിമർശിച്ചത്. മറ്റ് ചില സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുമ്പോൾ മറ്റ് ചില നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ തന്നെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അവർ ഫിഡൽ കാസ്ട്രോയും ഒപ്പം നിൽക്കുന്ന ചില ചിത്രങ്ങളെല്ലാം എടുത്ത് കാട്ടുകയും ചില ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടൊക്കെ രാഹുലിൻ്റെ ഈ ആക്ഷേപ പരാമർശത്തിന് മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഇനിയെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളെ നിയന്ത്രിക്കുവാനും അതിനു വേണ്ട ജാഗ്രത പുലർത്താനും തയ്യാറാവണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് പുറത്തു വരുന്ന ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് രാഹുൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ പ്രധാനമന്ത്രിയെ ലക്ഷ്യമിട്ട് നടത്തിയ ആ ഒരു പരാമർശം അത് വിവാദമായിരിക്കുകയാണ്. രാഹുൽ അപമാനിച്ചത് നമ്മുടെ പ്രധാനമന്ത്രിയെ മാത്രമല്ല, നമ്മുടെ സൗഹൃദ രാജ്യത്തെ നയിക്കുന്ന വ്യക്തിയെ കൂടിയാണ്. അപ്പോൾ രാഹുൽ ഇനിയെങ്കിലും തൻ്റെ വാക്കുകളെ നിയന്ത്രിക്കുവാൻ, തൻ്റെ ചേഷ്ടകളെ നിയന്ത്രിക്കുവാൻ, തൻ്റെ നിലപാടുകൾ എന്താണ് എന്ന് രാഹുലിന് രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താം. പക്ഷേ അത് ഈ രീതിയിലാവരുത് എന്നുള്ള വ്യക്തമായ സന്ദേശം തന്നെയാണ് രാഹുലിനെതിരെ ഉയരുന്ന വിമർശനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ എയർ ഇന്ത്യയുടെ ഫുക്കറ്റ് ഡൽഹി വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. പ്രധാന നിയന്ത്രണ സംവിധാനങ്ങൾ ഒരേ സമയം പ്രവർത്തനരഹിതമായി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വലിയ ഒരു ദുരന്തമാണ് ഒഴിവായത്. വിമാനത്തിന് 4 സെക്കൻഡ് നേരം പ്രധാന ഫ്ലൈറ്റ് കൺട്രോളുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. 3 ഹൈഡ്രോളിക് സംവിധാനങ്ങളും ഒരേ സമയം തകരാർ സംഭവിച്ചു. ഇതാണ് നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമായതെന്നാണ് വിലയിരുത്തൽ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ്. എയർബസിൻ്റെ ബ്ലാക്ക് ബോക്സ് ഡേറ്റ പരിശോധനയിലെ കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു ഗുരുതരമായ വിഷയമായി കണ്ടു തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നത്. പൈലറ്റ് വിമാനം നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും തുടക്കത്തിൽ സൈഡ് സ്റ്റിക്ക് കമാൻഡുകൾ ഫലിച്ചില്ല എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും എയർ ഇന്ത്യ അധികൃതർ ഈ വിഷയത്തെ ഏറെ ഗൗരവമായി എടുക്കുകയും അവർ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ വ്യോമയാന മന്ത്രാലയവും ഇതുമായി ബന്ധപ്പെട്ട് ചില കർശനമായ നിർദ്ദേശങ്ങൾ വിമാന കമ്പനികൾക്ക് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇനി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. അതൊക്കെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന ജാർഖണ്ഡിലെ വിദ്യാർത്ഥികളുടെ സമരമാണ്. ജാർഖണ്ഡിൽ നടന്ന പരീക്ഷാ ക്രമക്കേടുകൾ, ചോദ്യപേപ്പർ ചോർച്ച, ഇതിനെതിരെയെല്ലാം വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധവുമായി രംഗത്ത് പോകുന്നതിനിടെ അവിടെ CID ഈ പരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 7 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ കഴിഞ്ഞ ദിവസമൊക്കെ ഈ സമരരംഗത്തുള്ള വിദ്യാർത്ഥികൾ നിയമസഭ ഉപരോധം സംഘടിപ്പിച്ചിരുന്നു. ആ ഉപരോധവുമായി ബന്ധപ്പെട്ട് 600ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇതിൽ വലിയ വിമർശനങ്ങളൊക്കെ ഉയരുന്നതിനിടെയാണ് ഇപ്പോൾ CID 7 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ജാർഖണ്ഡിൽ വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭം തുടരുകയാണ്. സർക്കാർ പലവട്ടം സമരക്കാരുമായി ചർച്ചയ്ക്ക് ശ്രമിച്ചിരുന്നു. എന്നാൽ ആ സമരക്കാരാകട്ടെ ഈ ചർച്ചകളിലൊക്കെ അവരുടെ നിലപാട് കൃത്യമായി മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ സമരത്തിൽ
നിന്ന് പിന്മാറൂ എന്ന് സമരക്കാർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ജാർഖണ്ഡിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത ഏതാണ്? മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് നമ്മുടെ ഹരിയാന പഞ്ചാബ് അതിർത്തിയിൽ നിന്നാണ്. ആ വാർത്ത അവിടെ സിഖ് വിഭാഗത്തിൻ്റെ വലിയ പ്രതിഷേധം നടന്നു. ആ പ്രതിഷേധത്തിന് നേർക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ലാത്തി ചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. ആ വാർത്തയുടെ ഒക്കെ കൂടുതൽ വിവരങ്ങൾ വരും വാർത്തകളിൽ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ ശുഭദിനം. നേഷൻ ഫസ്റ്റ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.